അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും തനി നാടൻ മുട്ട റോസ്റ്റും കൂടി കഴിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേ വായിൽ വെള്ളം വരികയാണ്. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണത്തിനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. ഇത് നമുക്കൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മെല്ല് വരും ഇതൊക്കെ മൂത്ത് വരുമ്പോൾ. ഇനി നമുക്ക് സവാള ഇതേ ഒരു തിക്നെസ്സിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 8 മീഡിയം സൈസ് സവാളയുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മുട്ട റോസ്റ്റിന് അരിയുമ്പോൾ സവാള ഒരുപാട് തിന്നാക്കി അരിയരുത്, കുറച്ച് തിക്നെസ്സിൽ അരിയണേ. അപ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ ഉണ്ടെങ്കിൽ മാത്രമാണ് മുട്ട റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ ഒരു എരിവ് കറക്റ്റാണ്. നിങ്ങൾക്കപ്പോൾ എരിവ് കുറവ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി കുറയ്ക്കാം കേട്ടോ എമൗണ്ടൊക്കെ. ഇവിടെ എല്ലാവർക്കും കുറച്ച് സ്പൈസി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ് ഇഷ്ടം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മല്ലിപ്പൊടിയുടെ എമൗണ്ട് കുറച്ച് കുറവായിരിക്കണം മുളക് പൊടിയേക്കാളും. അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പൊടികളെ പച്ചമുളകൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു വലിയ പഴുത്ത തക്കാളി ചേർക്കാം. ഈ തക്കാളിയൊക്കെ വെന്ത് അലിഞ്ഞ് വരണം, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് സവാളയായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ വെള്ളം മുഴുവൻ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് മുട്ട റോസ്റ്റിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഒരു 10 മിനിറ്റ് വഴറ്റിയെടുക്കണം. നമ്മുടെ പാനിൽ നിന്ന് ഇത് വിട്ട് വരുന്നൊരു പരുവാവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പോഴാണ് മുട്ട റോസ്റ്റിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരിക. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുട്ട റോസ്റ്റിൻ്റെ പരുവം. ഇനി നമുക്കിതിനകത്തേക്ക് പൊഴിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും നൂലപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ബ്രെഡിനൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.